നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ ബാലൻസ് ആണ് നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അന്തരീക്ഷ വാതകങ്ങൾ വരെയാണ് നോക്കിയിരുന്നത് അല്ലേ. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. അതായത് നമുക്കിവിടെ പറയുന്നത് എന്താണ്, ബാഷ്പീകരണം എന്നാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണെന്നാണ് പറയുന്നത്, നമ്മുടെ സൂര്യതാപമേറ്റ, അതായത് സൂര്യൻ്റെ ചൂട് ഏറ്റിട്ട് നമ്മുടെ ഈ ഭൗമോപരിതലത്തിൽ നിന്നും ജലം അല്ലേ, അതായത് വെള്ളം എന്താവുന്നുണ്ട്, നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ എത്തുന്ന ആ ഒരു പ്രക്രിയയാണ് എന്ത് പറയുന്നത്, ബാഷ്പീകരണം എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് എത്രയേ ഉള്ളൂ എന്നാണ് പറയുന്നത്, ഈ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഈ ഭൗമോപരിതലത്തിൽ നിന്നും 90 കിലോമീറ്റർ വരെ മാത്രമേ എന്തുള്ളൂ, അതിൻ്റെ സാന്നിധ്യമുള്ളൂ. ഈ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ അന്തരീക്ഷത്തിൽ നമ്മൾ പഠിച്ചില്ലേ, നമ്മൾ വാതകങ്ങളും ജലതന്മാത്രകളും ഒക്കെ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടെന്ന്. ഇവയ്ക്ക് രണ്ടും പുറമെ എന്തും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്, പൊടിപടലങ്ങൾ. പൊടിപടലങ്ങളും കൂടി എന്തുണ്ട്, അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. അതായത് അന്തരീക്ഷത്തിൽ ഇനി നമുക്ക് നോക്കാം മേഘങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നത് അല്ലേ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ചാണ് എന്ത് ചെയ്യുന്നത്, മേഘങ്ങൾ രൂപപ്പെടുന്നത്. അതായത് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ, ഇപ്പോൾ നമ്മൾ പഠിച്ചില്ലേ പൊടിപടലങ്ങൾ, ആ പൊടിപടലങ്ങളെ ചുറ്റി എന്തുണ്ട്, അന്തരീക്ഷ നീരാവി. ആ അന്തരീക്ഷ നീരാവി ഘനീഭവിച്ചാണ് എന്ത് ചെയ്യുന്നത്, മേഘങ്ങൾ രൂപപ്പെടുന്നത്. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ, അതിനാൽ തന്നെ ഈ അന്തരീക്ഷത്തിലെ ഈ നേർത്ത പൊടിപടലങ്ങളെ എന്താണ് വിളിക്കുന്നത്, ഘനീകരണ മർമ്മങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ എത്തുന്നത് എന്തെന്ന് നോക്കാം. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണെന്ന്. ഏതൊക്കെയാണ്, കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നവ അല്ലേ, കാറ്റടിക്കുമ്പോൾ ഭൂമിയിൽ നിന്നും മേലോട്ട് ഉയർത്തപ്പെടുന്നവ. പിന്നെയോ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ അല്ലേ, അഗ്നിപർവ്വത സ്ഫോടനം അല്ലേ, വോൾക്കാനിക് ഇറപ്ഷൻ അല്ലേ, അഗ്നിപർവ്വത സ്ഫോടനം നടത്തുമ്പോൾ അതിൽ നിന്നും പുറന്തള്ളുന്നവ. പിന്നെയോ ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. ഇനി ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനമെന്ന് നോക്കാം. കാലാവസ്ഥ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നുണ്ട്, ഹാനികരമായ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്. പിന്നെയോ നമുക്ക് ആവശ്യമായി ശ്വസിക്കാനുള്ള വായുവിലെ ഓക്സിജൻ അതൊക്കെ ലഭിക്കുന്നുണ്ട് അല്ലേ. ഇനി അതുപോലെ തന്നെ ഇവിടെ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നത് താഴെ പറയുന്ന ഓരോ ഘടകവും എങ്ങനെയെല്ലാം സഹായിക്കുന്നുണ്ടെന്ന് നോക്കാം. ഇതിലെന്തൊക്കെയാണ് പറയുന്നത്, അന്തരീക്ഷ വായു, അന്തരീക്ഷത്തിലെ ജലാംശവും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും. അന്തരീക്ഷത്തിലെ വായു ഫസ്റ്റ് നമുക്ക് നോക്കാം അല്ലേ. അന്തരീക്ഷത്തിലെ വായു എങ്ങനെയാണ്, നമുക്ക് ജീവജാലങ്ങൾക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ ലഭിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ സസ്യങ്ങൾക്കും മരങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അതൊക്കെ എവിടെ നിന്നാണ് ലഭിക്കുന്നത്, അന്തരീക്ഷത്തിൽ നിന്നാണ് ലഭിക്കുന്നത് അല്ലേ. പിന്നെയോ അടുത്തത് അന്തരീക്ഷത്തിലെ ജലാംശം. അതായത് എന്താണ്, അതായത് നമുക്കറിയാം അല്ലേ, നമ്മുടെ കാലാവസ്ഥ സംവിധാനത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് എന്ത്, ഈ അന്തരീക്ഷ ജലാംശം എന്ന് പറയുന്നത്. അതായത് വാതകം, ഖരം, ദ്രാവകം, വാതകം അല്ലേ, അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിങ്ങനെ ഈ 3 രൂപത്തിലും എന്തുണ്ട്, നമ്മുടെ അന്തരീക്ഷത്തിൽ ഈ ജലാംശമുണ്ട്. അതായത് ഇതൊക്കെ എന്തിനാണ്, ഈ ക്ലൈമറ്റ് റെഗുലേഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് മേഘങ്ങളുടെ രൂപീകരണത്തിനും അതുപോലെ മഴ പെയ്യുന്നതിനൊക്കെ കാരണമാകുന്നുണ്ട്. പിന്നെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ അല്ലേ, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ എന്താ ചെയ്യുന്നത്, ഇതുപോലെ മേഘങ്ങൾ രൂപപ്പെടുന്നത് അല്ലേ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, മേഘങ്ങൾ, ക്ലൗഡ്സ് രൂപപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം, എങ്ങനെയൊക്കെയാണ് അന്തരീക്ഷം മലിനമാകുന്നത്. അന്തരീക്ഷം മലിനമാകുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് അല്ലേ, ചിത്രം നിരീക്ഷിക്കുന്നത്, അടിയിൽ മലിനമാകുന്നത് എങ്ങനെയൊക്കെയെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ അന്തരീക്ഷ വായുവിൻ്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം അല്ലേ. അതായത് നമ്മുടെ അന്തരീക്ഷത്തിന് അന്തരീക്ഷത്തിൻ്റെ സംരചന അല്ലെ, ആ അന്തരീക്ഷത്തിനൊരു അന്തരീക്ഷം ഒരു മലിനമാകാത്ത ഒരു ഇതാണ് അല്ലേ. അതിന് എന്തെങ്കിലും ഒരു മാറ്റം വരുവാണെങ്കിൽ അത് ഏതൊക്കെ രീതിയിലാണ് മാറ്റം വരുന്നത്, പുക വരും, പിന്നെ അതുപോലെ വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നത് അല്ലേ. അതൊക്കെ വായുവിൽ കലരുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നത്. ചിത്രം നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, കണ്ടില്ലേ, ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നതെന്ന് ഇങ്ങനെ പട്ടികപ്പെടുത്താനും. എന്തൊക്കെയാണ് നമ്മളിവിടെ ഓൾറെഡി കണ്ടു അല്ലേ.
ഫാക്ടറികളിൽ നിന്നുള്ള പുക അല്ലേ, ഫാക്ടറികൾ ഈ വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഭയങ്കരമായിട്ട് പുക പുറത്തേക്ക് പോകുമ്പം അത് മലിനമാകുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ എന്താണ് തൊട്ടിപ്പുറത്ത് നമുക്ക് വാഹനങ്ങളല്ലേ, ഇപ്പം നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ ഏകദേശം എല്ലാ കൊല്ലം ഇങ്ങനെ കാണാമല്ലേ, ഡൽഹിയിലൊക്കെ എന്താണ് വാഹനങ്ങളുടെ ഇങ്ങനെ അമിതമായ ഉപയോഗം കാരണമൊക്കെ എന്താ പൊല്യൂട്ടഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു പ്രശ്നം കാണാറുണ്ട് അല്ലേ. അങ്ങനെ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക, പിന്നെ അതുപോലെ എന്താണ് വേസ്റ്റ് കത്തിക്കുമ്പോൾ, പിന്നെയോ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കത്തിക്കുമ്പോൾ വരുന്ന പുക, പിന്നെ അതുപോലെ കൃഷിയിടത്ത് ഉണ്ടാകുന്നത് അല്ലേ, അതായത് എന്താണ് ഈ ഉപയോഗം കഴിഞ്ഞ് ഇങ്ങനെ കൃഷിയുടെ ഉപയോഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ വേസ്റ്റ് കത്തിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന പുക, പിന്നെയോ ഇവിടെ കാണിക്കുന്നത് എന്താണ് നമ്മുടെ പടക്കങ്ങളൊക്കെ അല്ലേ, പടക്കങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ അമ്പലത്തിലും പള്ളിയിലും അങ്ങനെയൊക്കെ ഈ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുമ്പോൾ കാണാൻ പറ്റൂലേ, എന്താണ് ഈ ഉയർന്ന പുക, ഈ അതിൻ്റെ അടുത്തേക്കുമ്പോൾ ഭയങ്കര ഒരുമാതിരി സ്മെല്ലൊക്കെ ആയിരിക്കും അല്ലേ. അങ്ങനെ അതിൽ നിന്ന് ഉണ്ടാകുന്ന പുക, പിന്നെ അപ്പോഴത്തെ അഗ്നിപർവ്വത സ്ഫോടനം പൊട്ടുന്നതല്ലേ, ഇതൊക്കെയാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നത്. അതിവിടെ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്താൽ മതി. വ്യവസായ നഗരങ്ങളിൽ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ തോത് കൂടുതലാകാൻ കാരണം എന്താണ്? അവിടെ എന്താ കാരണം? അവിടെ ഇതുപോലെ ഫാക്ടറികൾ, അതുപോലെ വാഹനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലാണ് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് വരുന്ന പുകയൊക്കെ എന്താണ് ഒരുപാട് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്ന അമ്ലമഴ അല്ലേ. കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ നിരവധി വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു. എങ്ങനെയാണ് പറയുന്നത്? കൽക്കരി, അതുപോലെ പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ അല്ലേ, ഇതൊക്കെ കത്തുമ്പോൾ, ഇതൊക്കെ ചിലപ്പോൾ കത്തിക്കാനും ഓരോ സാധനങ്ങൾ കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ, ഈ 3 കാര്യങ്ങൾ, കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, അതുപോലെ ഡീസൽ തുടങ്ങിയവ കത്തിക്കുമ്പോൾ എന്തൊക്കെയാണ് അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ടെന്ന് പറയുന്നത്? എന്തൊക്കെ വാതകങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്? കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് അല്ലേ, ഈ തുടങ്ങിയ വാതകങ്ങൾ എന്താണ് ഉണ്ടാകുന്നത്? അന്തരീക്ഷത്തിൽ എത്തുകയാണ് അല്ലേ. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. കണ്ടില്ലേ, ഇങ്ങനത്തെ നിരവധി വാതകങ്ങളല്ലേ, അതെന്ത് ചെയ്യുന്നുണ്ടെന്ന് പറയും. ഇപ്പം ഇതിങ്ങനെ മുകളിലേക്ക് പൊന്തുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ, ഇങ്ങനെ ഓരോ വാതകങ്ങൾ ഇങ്ങനെ ഓരോ ആവിയൊക്കെ ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറയും, ഈ അന്തരീക്ഷത്തിൽ അവിടെ അങ്ങനെ നിൽക്കുകയാണ് അല്ലേ, അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഈ നമുക്ക് മഴ പെയ്യുമ്പോൾ ആ മഴയോടൊപ്പം കലർന്ന് എന്താണ്, ആ വെള്ളത്തിനോടൊപ്പം കലർന്നിട്ട് അത് ആസിഡ് സ്വഭാവമായി കൈവന്ന് ഇങ്ങോട്ട് തന്നെ എത്തുന്നുണ്ട്, നമ്മുടെ ഭൂമിയിലേക്ക് തന്നെ അത് തിരിച്ച് വരുന്നുണ്ട് അല്ലേ. മഴ വെള്ളത്തിൻ്റെ pH മൂല്യം 5ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കും അല്ലേ. pH മൂല്യം, നമ്മുടെ വെള്ളത്തിൻ്റെ pH മൂല്യം അല്ലേ, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്? 7 അല്ലേ. നമ്മൾ വെള്ളം നല്ലതാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിനെന്താണ്, അതിൻ്റെ pH മൂല്യം 7 എന്താണ്, അത് പ്യുവർ വാട്ടറാണ് അല്ലേ, ശുദ്ധജലമാണ്. അതിൽ കുറവാണെങ്കിൽ എന്താണ്, പ്യുവർ അല്ല അല്ലേ. അപ്പോൾ അത് പറയുന്നുണ്ട് കേട്ടോ, മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5ൽ കുറവാണെങ്കിൽ അതിനെ എന്തായിട്ട് കണക്കാക്കപ്പെടും? അമ്ലമഴയായി കണക്കാക്കും. അതായത് എന്താണ്, ഇത് നമ്മുടെ ഇവിടുന്ന് ഇത്രയും ഇന്ധനങ്ങളും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നതിലൂടെ ഈ നിരവധി വാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ വാതകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയാണ്. അന്തരീക്ഷത്തിൽ എത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യണം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വെള്ളം വരും, മഴ പെയ്യൂലേ. ആ മഴയോടൊപ്പം അത് എങ്ങോട്ട് തന്നെ വരുന്നുണ്ട്, അത് മഴയോടൊപ്പം കലർന്ന് അത് എന്താവുന്നുണ്ടെന്നാണ് പറയുന്നത്, ആസിഡ് സ്വഭാവമുള്ളതാവുന്നുണ്ട്. എന്നിട്ട് അത് എന്ത് ചെയ്യും, ഈ ഭൂമിയിലേക്ക് തന്നെ എത്തിപ്പെടും. അങ്ങനെ അതിൻ്റെ pH മൂല്യം 5ൽ കുറവാണെങ്കിൽ അതിനെ എന്തായിട്ട് കണക്കാക്കപ്പെടുന്ന പറയുന്നത്, അമ്ലമഴയായിട്ട് കണക്കാക്കപ്പെടും. അത് മനസ്സിലായല്ലോ അല്ലേ. ഇനി നമുക്ക് അടുത്തത് നോക്കാം, പുകമഞ്ഞ്, സ്മോഗ്. പുകയും മൂടൽമഞ്ഞും ചേർന്നതാണ് പുകമഞ്ഞ് രൂപപ്പെടുന്നത്. എങ്ങനെയാണ് പറയുന്നത്? പുകയും അതുപോലെ മൂടൽമഞ്ഞും, ഇത് രണ്ടും കൂടി കലർന്നതാണ് പുകമഞ്ഞ് എന്ന് പറയുന്നത്. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഈ വ്യവസായശാലകളിൽ നിന്ന് കത്തിക്കുന്നത്, അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പിന്നെ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക, കാർഷിക വിളകൾ ഉപയോഗമൊക്കെ കഴിഞ്ഞ് ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതിലൂടെ, അങ്ങനെ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ഉണ്ടാകുന്ന പുകയും അതുപോലെ അതിൽ നിന്നുണ്ടാകുന്ന പൊടിപടലങ്ങളും എവിടെ നിറഞ്ഞു നിൽക്കും? അന്തരീക്ഷത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കും.
ഇവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടും. ഇത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ കലർന്ന് നിൽക്കും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഒരു സമയത്ത് മഞ്ഞ് രൂപപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ഈ പുകയും പൊടിപടലങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ മഞ്ഞുമായിട്ട് കൂടിക്കലരും. അങ്ങനെ ഇത് രണ്ടും കൂടി കൂടിക്കലരുന്നതാണ് എന്ത്? പുകമഞ്ഞ് രൂപപ്പെടുന്നത്. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായു മലിനീകരണം കാരണമാകുന്നുണ്ടെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്താണ്? വിഷവാതകങ്ങളാണ് അല്ലേ? വിഷവാതകങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ ശ്വസിക്കുന്നതിലൂടെ എന്താണ്? പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ പലവിധ രോഗങ്ങളും നമുക്ക് പിടിപെടാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഇതിൻ്റെ മെയിൻ ഉദാഹരണമാണ് ഡൽഹിയിൽ ഇതുപോലെ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയൊക്കെ ഭയങ്കര കൂടുതലായിട്ട് പുകമഞ്ഞ് രൂപപ്പെട്ട് പുറത്തിറങ്ങി കാണാൻ പോലും പറ്റാത്ത രീതിയിൽ വരുന്നുണ്ട്. നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട് അല്ലേ? അത് ഭയങ്കര പ്രശ്നമാവുന്നത് എന്തുകൊണ്ടാണ്? അത് ശ്വസിക്കുമ്പോൾ എന്താവുന്നുണ്ട്? ഇതുപോലുള്ള മാരകമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി അന്തരീക്ഷ മലിനീകരണം ഏതൊക്കെ വിധത്തിലാണ് നടക്കുന്നതെന്നും അവ സൃഷ്ടിക്കുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? നമുക്ക് മനസ്സിലായില്ലേ അന്തരീക്ഷ മലിനീകരണം എങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാകുന്നതെന്നും അതങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് എന്തൊക്കെ ദോഷങ്ങൾ, എന്തൊക്കെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നതെന്നും നമുക്ക് മനസ്സിലായില്ലേ? ഇനി എന്താ? അതിനെന്തുണ്ട്? പല പരിഹാരങ്ങളും ഉണ്ട്. അതിൻ്റെ പരിഹാരങ്ങൾ അതല്ലേ? എന്തൊക്കെയാണ് പരിഹാരങ്ങൾ പറയുന്നത്? നമുക്ക് ചെടികൾ നട്ടുപിടിപ്പിക്കാം അല്ലേ? മരങ്ങളൊക്കെ എന്ത് ചെയ്യാം? നട്ടുപിടിപ്പിക്കുന്നതിലൂടെ നമുക്ക് നല്ല ഓക്സിജൻ ലഭിക്കും. അതിലൂടെ എന്താണ്? നമുക്ക് ശുദ്ധമായ വായു ശ്വസിക്കാം അല്ലേ? പിന്നെ കാണിക്കുന്നത് എന്താണ്? നമ്മുടെ സോളാറാണല്ലേ? സോളാർ പാനൽ. സോളാർ നമുക്ക് എന്ത് ഉപകാരം ചെയ്യുന്നത്? നമുക്ക് വൈദ്യുതി ലഭിക്കുന്നതാണ് അല്ലേ? അതായത് എന്താണ്? കറണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ഡയറക്റ്റ് സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്, ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ടല്ലേ? പിന്നെയോ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ അതിൽ നമ്മളെന്താ സൈക്കിളൊക്കെ എന്താണ്? നമുക്ക് ഇങ്ങനെ പുകയൊന്നുമില്ല, നമുക്ക് ചവിട്ടി എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? പിന്നെ അതുപോലെ നമുക്ക് ഇങ്ങനത്തെ ബസ്സിൽ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇലക്ട്രിക് ബസ്സുകൾ അല്ലേ? ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ കൂടുതൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാരണം അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അന്തരീക്ഷം മലിനമാകുന്നില്ല അല്ലേ? അതായത് എന്തോ കറണ്ട് കൊണ്ട് ഓടുന്ന സാധനമാണ്. ഇനി നമുക്ക് നോക്കുന്നത് അന്തരീക്ഷ ഘടന. താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത്? താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഇനി നമുക്ക് ഇതോരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി അന്തരീക്ഷ പാളികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഇതിത്രയാണ് അന്തരീക്ഷ പാളികൾ. ഇനി നമുക്കിത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത് അല്ലേ? അന്തരീക്ഷത്തിൽ നിന്ന് നോക്കാം. അന്തരീക്ഷം ഇതിൽ 5 പാളികളായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും താഴെയുള്ളതാണ് എന്ത്? ട്രോപ്പോസ്ഫിയർ. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. എത്ര വരെ എന്നാണ് പറയുന്നത്? നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ വരെ ദൂരം വരും. അവിടെ വരെയാണ് എന്ത്? ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൗമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമുള്ളതാണിത്. എങ്ങനെയാണ് വരുന്നത്? ധ്രുവപ്രദേശത്ത് 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമുള്ളത്. ഭൂമധ്യരേഖ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണിത് അല്ലേ? എന്തുകൊണ്ടാണ് അവിടെ എത്തുമ്പോൾ 18 കിലോമീറ്റർ ആവുന്നത്? അവിടെ എന്താണ്? ചൂട് കൂടുതലാണ്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളികളിലാണ് ഉള്ളത് അല്ലേ? ഏറ്റവും കൂടുതൽ പൊടിപടലങ്ങളും ജലബാഷ്പവും അല്ലേ? ഏറ്റവും കൂടുതലും ഉള്ളത് എന്താണ്? ട്രോപ്പോസ്ഫിയറിലാണ് അല്ലേ? നമ്മുടെ ഭൗമോപരിതലത്തിന്
13 കിലോമീറ്റർ വരെയാണ് എന്ത് പറയുന്നത്, ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്, ഏറ്റവും താഴെയുള്ളത് അല്ലേ. അതുകൊണ്ട് എന്താണ്, ഏറ്റവും കൂടുതൽ പൊടിപടലങ്ങളും ജലബാഷ്പവും ഒക്കെ ഉള്ളത് എവിടെ തന്നെയാണ്, ഈ ട്രോപ്പോസ്ഫിയറിലാണ്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണല്ലേ. ഏറ്റവും താഴെയുള്ളതായതുകൊണ്ട് മേഘരൂപീകരണവും മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയവയൊക്കെ തുടങ്ങിയ ഈ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഓരോ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് എവിടെ തന്നെയാണ്, ഈ ട്രോപ്പോസ്ഫിയറിൽ തന്നെയാണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു എന്നതാണ്. അതായത് ഇതിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിൽ, അതായത് ഇവിടുന്ന് 165 മീറ്റർ ഉയരം കഴിഞ്ഞാൽ 1 ഡിഗ്രി സെൽഷ്യസ് കുറയും, അന്തരീക്ഷ താപനില ടെമ്പറേച്ചർ കുറയും. പിന്നെ അവിടുന്ന് വീണ്ടും ഒരു 165 മീറ്റർ കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറയും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കും. ഇങ്ങനെ കുറയുന്നതിനെ എന്താണ് പറയുന്നത്, താപനഷ്ട നിരക്ക് എന്നാണ് വിളിക്കുന്നത്. ട്രോപ്പോസ്ഫിയറിനെ ഇവിടെ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ട്രോപ്പോസ്ഫിയറിനെ അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പാളി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്തെന്നാണ് പറയുന്നത്, നമുക്ക് പറയാതെ പൊടിപടലങ്ങളും ബാഷ്പവും ഏറ്റവും കൂടുതലുള്ളത് ഈ പാളികളിലാണ്. അതുകൂടാതെ എന്താണ്, നമ്മുടെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ എല്ലാവിധ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് എവിടെയാണ്, ഈ ട്രോപ്പോസ്ഫിയറിലാണ്. അതുകൂടാതെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് എന്താണ്, ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷ താപനില കുറയുന്നുണ്ട്, ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. അത് തന്നെയാണ് അല്ലേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം എന്തെന്ന് ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മളിവിടെ പറഞ്ഞു അല്ലേ. നമുക്കറിയാം ഈ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ എന്താണ്, നമ്മുടെ ഈ ഭൗമോപരിതലത്തിൽ നിന്നും ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ടാണ് അപ്പം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഉയരമുള്ള പ്രദേശങ്ങളിൽ 165 മീറ്റർ ഉയരത്തിൽ ഓരോ ഡിഗ്രി സെൽഷ്യസ് കുറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, അപ്പോൾ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ എന്താണ് തണുപ്പ് വരാനുള്ള കാരണം എന്താണ്, അത് ഈ പ്രദേശങ്ങൾ ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, മുകളിലേക്ക് ചെല്ലുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഓരോ ഡിഗ്രി സെൽഷ്യസ് കുറയുന്നുണ്ട്. അപ്പോൾ ഈ അന്തരീക്ഷ താപനില കുറയുമ്പോൾ എന്ത് ചെയ്യും, അവിടെ തണുപ്പ് വന്നു തുടങ്ങും അല്ലേ, ചൂട് കുറഞ്ഞ് വരിക. അപ്പോൾ എന്ത് ചെയ്യും, തണുപ്പ് കൂടി വരും അല്ലേ. അതുകൊണ്ടാണ് ഈ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാലിലൊക്കെ തണുപ്പ് അനുഭവപ്പെടാനുള്ള കാരണം. ഇനി നമുക്ക് സ്ട്രാറ്റോസ്ഫിയർ കഴിയും അല്ലേ. ഇനി നമുക്ക് ട്രോപ്പോസ്ഫിയറാണ് കഴിഞ്ഞത്. ഇനി നമുക്ക് അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ നോക്കാം. ട്രോപ്പോസ്ഫിയറിൻ്റെ തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് ഇത് അല്ലേ. ഇതാ നോക്കിക്കോ, ട്രോപ്പോസ്ഫിയർ അല്ലേ, അതിൻ്റെ തൊട്ട് മുകളിലുള്ള പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം അല്ലേ. അതായത് നമുക്ക് എന്താണ് ഭൗമോപരിതലത്തിൽ നിന്നും 13 കിലോമീറ്റർ ഉയരത്തിലായിരുന്നു എന്തുണ്ടായിരുന്നത്, ട്രോപ്പോസ്ഫിയർ ഉണ്ടായിരുന്നത് അല്ലേ. ഇപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ എത്രയാണെന്ന് പറയുന്നത്, ഭൗമോപരിതലത്തിൽ നിന്ന് 50 കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഉയരം. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. ഇപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റാണ് വരുന്നത് അല്ലേ. ട്രോപ്പോസ്ഫിയറിൽ എന്തായിരുന്നു, ഓരോ 165 മീറ്റർ കഴിയുമ്പോഴും എന്താണ് പറയുന്നത്, 1 ഡിഗ്രി താപനില കുറയുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. പക്ഷേ സ്ട്രാറ്റോസ്ഫിയറിൽ എന്താ പറയുന്നത്, ഒരു നിശ്ചിത ഉയരം അല്ലേ. ഇപ്പോൾ 165 മീറ്റർ എന്ന് പറയുന്നത്, അപ്പോൾ അതൊരു നിശ്ചിത ഉയരത്തിൽ 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു നിശ്ചിത ഉയരത്തിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിച്ച് വരുന്നതായിട്ടാണ് കാണുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ കേട്ടോ. അത് ഓർത്ത് വെക്കണം, മാറിപ്പോവരുത് കേട്ടോ. ട്രോപ്പോസ്ഫിയറിൽ ഒരു 165 മീറ്റർ കഴിയുമ്പം നിശ്ചിത ഉയരമാണ് അല്ലേ, അത് കഴിയുമ്പോൾ ഓരോ ഡിഗ്രി സെൽഷ്യസ് താപനില കുറയുകയാണ് ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ എന്താവുന്നുണ്ട്, നിശ്ചിത ഉയരം കഴിയുമ്പോൾ ഈ ടെമ്പറേച്ചർ താപം എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിച്ച് വരുന്നതായിട്ടാണ്
കാണുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളികളുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ഓസോൺ പാളി എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ആ ഓസോൺ എവിടെയാണുള്ളത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഉള്ളത്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. എത്രയെന്നാണ് പറയുന്നത്? ആ ഉപരിതലത്തിൽ നിന്നും 25 കിലോമീറ്റർ ഉയരത്തിലാണ് എന്തുള്ളത്? ഓസോൺ പാളി ഉള്ളത്. ഓസോൺ ഭൂമിയുടെ രക്ഷാകവചം. ഇനി നമുക്ക് ഓസോൺ എന്താണെന്ന് ചെറുതായിട്ട് നോക്കാം അല്ലേ? സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അതായത് സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാ വയലറ്റ് രശ്മികളെ, അതായത് എന്താ പറയുന്നത്, നമുക്ക് സൂര്യൻ്റെ ഡയറക്റ്റ് ലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ, ഡയറക്റ്റ് രശ്മികൾ, അൾട്രാ വയലറ്റ് രശ്മികൾ നമുക്ക് മേലടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കും അല്ലേ? ഒരുപാട് ദോഷം, നമുക്ക് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും പൊള്ളലോ ഒക്കെ ഏൽക്കാനുള്ള ചാൻസ് എന്താണ്, കൂടുതലാണ് അല്ലേ? അങ്ങനെ എന്താണ്, ഈ ഡയറക്റ്റ് അടിക്കുന്ന അപകടകാരികളായ അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തിയിട്ട് ഭൂമിയെ സംരക്ഷിക്കുന്നത് അല്ലേ? അതായത് ഈ ഓസോൺ വാതകങ്ങൾ വന്ന് തടഞ്ഞു നിർത്തി, ഈ ഓസോൺ വാതകങ്ങൾ എന്ത് ചെയ്യും, ഈ ഡയറക്റ്റായിട്ട് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി നമ്മളെ ഭൂമിയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അൾട്രാ വയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാവുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. കണ്ടോ? അൾട്രാ വയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലം, അതായത് എന്താണ്, കൂടുതലായിട്ട് വന്ന് പതിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ദോഷങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് വന്ന് അടിക്കാതിരിക്കാൻ ആ അപകടകാരികളായ അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി നമ്മുടെ ഭൂമിയെ സഹായിക്കുന്നതാണ് ഒരു ഓസോൺ പാളി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ? അൾട്രാ വയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷങ്ങൾ, അത് ഡയറക്റ്റായിട്ട് വന്നടിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്കുണ്ടാകുന്ന ദോഷങ്ങളാണ് പറയുന്നത്. ആഹാര ശൃംഖലയുടെ തകർച്ച അല്ലേ? കൃഷിനാശം അല്ലേ? കൃഷിനാശം, ഇത് ഡയറക്റ്റായിട്ട് ലൈറ്റ് ചൂട് കൂടുതലായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, എല്ലാ സാധനങ്ങളും എന്താ, നശിച്ചു പോകും, കരിഞ്ഞു പോകും അല്ലേ? സസ്യ വളർച്ച മുരടിക്കൽ, എന്താ, പിന്നെ വളരില്ലേ, മുരടിച്ചു പോകുന്നു. പിന്നെ അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ, ഇങ്ങനത്തെ ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഡയറക്റ്റായിട്ട് വന്നടിച്ച്. ഇനി ഓസോൺ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നു. എങ്ങനെയാണ്? എല്ലാ വർഷവും എന്നാണ്, സെപ്റ്റംബർ 16 എന്ത്, ഓസോൺ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അതായത് എന്താണ്, ഓസോൺ ദിനം എന്നാണ് ആചരിക്കുന്നത്? സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നത്. ഇതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് എന്താണ്, ജനങ്ങളിലെ ഓസോൺ, അതായത് എന്താണ്, നമ്മുടെ അന്തരീക്ഷത്തിൽ ഓസോൺ വേണ്ടതിൻ്റെ ആവശ്യകത. ചിലവർക്കൊന്നും അറിയില്ല അല്ലേ, ഓസോൺ എന്തിനാണ്, എന്താവശ്യത്തിനാണെന്നൊന്നും അറിയില്ല. അപ്പം അത് അവിടെ നിലനിർത്തുന്നതിൻ്റെ ആ ഒരു ആവശ്യകത, അവബോധം എല്ലാവരിലും ഉണ്ടാക്കുക. അതുപോലെ എന്താണ്, ഓസോൺ ശോഷണത്തിന് കാരണം അല്ലേ, ഓസോൺ നശിക്കുന്നത്, വിള്ളൽ വരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനെ ശോഷണത്തിന് കാരണമാകുന്ന ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അല്ലേ? ഈ അന്തരീക്ഷ മലിനീകരണ കാര്യങ്ങളൊക്കെ ഒരുവിധം അങ്ങനെ വരുന്നതാണ് അല്ലേ? അപ്പം അങ്ങനെ അതിൻ്റെ ഓരോ ഉപയോഗവും അങ്ങനെ ചെയ്യുന്നത് നിയന്ത്രിക്കലും അതിനൊക്കെയാണ് ഇതൊക്കെയാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് പറയാം, മെസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരുന്ന അന്തരീക്ഷ പാളിയാണിത് അല്ലേ? സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ട് വരുന്നതാണ് മെസോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് ഏകദേശം എത്രയുണ്ടെന്നാണ് പറയുന്നത്? 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളി. ഈ പാളിയിലും കൂടുതൽ ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. അതായത് മെസോസ്ഫിയറിൽ എന്താ പറയുന്നത്, ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്, താപം കുറയുന്നുണ്ട് അല്ലേ? ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -°C വരെ താഴുന്നു. അതായത് എന്താ പറയുന്നത്, ഈ ഭൗമോപരിതലത്തിൽ നിന്ന് 80 കിലോമീറ്റർ ഉയരത്തിലേക്ക് എത്തുമ്പോൾ ഈ താപനില കുറഞ്ഞ് എത്ര വരെ എത്തുന്നു? -°C -100 വരെ
-100°C വരെ എത്തുന്നുണ്ടെന്നാണ് പറയുന്നത് മിസോസ്ഫിയറിൽ. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നമ്മുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില -100 അല്ലേ, -100 എന്ന് പറഞ്ഞു. അത്രയും പേരെ എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് എവിടെ അനുഭവപ്പെടുന്നത്, മിസോസ്ഫിയറിൽ അനുഭവപ്പെടുന്നത്. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ് അല്ലേ. ഭൗമോപരിതലത്തിലേക്ക് എത്തിപ്പെടുന്ന ഉൽക്കകൾ, ആ ഉൽക്കകളെല്ലാം എന്താണ്, കത്തിച്ചാരമാകുന്നത് എവിടെ വെച്ചാണ്, ഈ മിസോസ്ഫിയറിൽ വെച്ചാണ്. അതായത് ഇതെന്താ പറയുന്നത്, ഇത് ഏകദേശം എത്ര വരെ ഉണ്ടെന്ന് പറയുന്നത് 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. അത് ഇതിലും ഈ മിസോസ്ഫിയറിലും എന്താണ്, ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്, താപം കുറഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലേക്ക് എത്തുമ്പോഴേക്കും എത്രയാകുന്നുണ്ട് താപനില, -100°C എത്തുന്നുണ്ട്. അതുപോലെ എന്താണ്, ഈ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് എവിടെ അനുഭവപ്പെടുന്നത്, ഈ മിസോസ്ഫിയറിൽ അനുഭവപ്പെടുന്നത്. അതുപോലെ എന്താണ്, ഇവിടേക്ക് ഈ അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ഉൽക്കകളെ കത്തിച്ചാരമാക്കുന്നതും ഏത് പാളിയിൽ വെച്ചിട്ടാണ്, ഈ മിസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. ഇനി നമുക്ക് തെർമോസ്ഫിയർ എന്താ നോക്കാം. മിസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. എത്ര ഉയരം എന്നാണ് പറയുന്നത്, 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് എന്ത്, തെർമോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു അല്ലേ. ഇതിനെന്താ ചെയ്യുന്നത്, ഇത് ഉയരം കൂടുന്തോറും എന്താവുന്നുണ്ട്, താപനില കൂടി വരികയാണ്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഈ തെർമോസ്ഫിയറിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്തെ എന്താ വിളിക്കുന്നത്, അയണോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് അയണോസ്ഫിയർ എന്താ നോക്കാം. അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു എന്നാ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ തെർമോസ്ഫിയർ എത്ര വരുന്നത്, ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെയാണെന്നല്ലേ. അങ്ങനെ വരെ ഉയരത്തിലുള്ള എന്താണ്, അൾട്രാ വയലറ്റ്, അതുപോലെ എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികളെ എന്താക്കി മാറ്റുന്നുണ്ട്, തന്മാത്രകളെ എന്താക്കി മാറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്, അയോണുകളാക്കി മാറ്റുന്നു. എന്തിനൊക്കെ, അൾട്രാ വയലറ്റ്, അതുപോലെ എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികളെ വാതക തന്മാത്രകളെ എന്ത് ചെയ്യുന്നുണ്ട്, അയോണുകളാക്കി മാറ്റുന്നുണ്ട്. ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടത്തുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. ഇപ്പോൾ ഈ കണ്ടല്ലോ അല്ലേ, ഈ അൾട്രാ വയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികളെ വാതക തന്മാത്രകളെ എന്താക്കി മാറ്റുന്നുണ്ട്, അയോണുകളാക്കി മാറ്റുന്നുണ്ട്. ഈ അയോണുകളാക്കി മാറ്റുന്നതിനെയാണ് എന്ത്, അയോണീകരണം എന്ന് പറയുന്നത്. ഇങ്ങനെ അയോണുകളാക്കി മാറ്റുന്ന ആ മണ്ഡലം ഉണ്ടല്ലോ, ആ മണ്ഡലത്തെയാണ് എന്ത്, അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. അയോണുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈദ്യുതിയിൽ ഇലക്ട്രിസിറ്റി കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുതി കാന്തിക തരംഗങ്ങളാണ് അല്ലേ. റേഡിയോ തരംഗങ്ങൾ എന്താണെന്നാണ് പറയുന്നത്, വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. ഇനി നമുക്ക് അടുത്തത് എന്ത് നോക്കാം, എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണിത് അല്ലേ, ഏറ്റവും മുകളിൽ, ഏറ്റവും ലാസ്റ്റ് തന്നെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എന്ത്, എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയാണ് വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിൻ്റെ ഭാഗമായി മാറുന്നു. എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ 400 കിലോമീറ്റർ, ആ 400 കിലോമീറ്ററിൻ്റെ മേലേക്കുള്ളതൊക്കെ എന്താണെന്നാണ് പറയുന്നത്, എക്സോസ്ഫിയർ ആണ്. അങ്ങനെ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞല്ലേ, വായു എന്താണ്, ക്രമേണ കുറഞ്ഞ് അത് എന്തായിത്തീരും, ബഹിരാകാശത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ അന്തരീക്ഷ ഘടനയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ചുവടെ നൽകിയിട്ടുള്ള മാതൃകയിൽ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അന്തരീക്ഷ പാളിയുടെ പേര്, ഒരു പാളിയുടെ അതിൻ്റെ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ
പേര് എഴുതാം. പിന്നെ എന്താ ഭൗമോപരിതലത്തിൽ നിന്നുള്ള ഉയരം, ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ ഒക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒന്ന് പേര് എഴുതുക. പിന്നെ അതിൻ്റെ ഉയരം ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര ഉയരം വരെ ആയിരിക്കും. പിന്നെ അതിൻ്റെ താപത്തിലുണ്ടാകുന്ന മാറ്റം, ചിലതിന് എന്താണ് ചൂട് കൂടുതൽ വരുന്നുണ്ട്, ചിലത് നിശ്ചിത ഉയരം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ചൂട് കുറയുന്നുണ്ട്. പിന്നെ അതിന് വേറെ ഒരുപാട് സവിശേഷതകൾ പറയുന്നുണ്ട് അല്ലേ. അങ്ങനെ ഓരോന്നും ഇതുപോലെ ഐഡൻറ്റിറ്റി കാർഡ് പോലെ എഴുതാനോ തിരിച്ചരിച്ച് എഴുതാൻ പറയുന്നുണ്ട്. ഇനി അന്തരീക്ഷ പാളികളും അവയുടെ സവിശേഷതകളുമാണ് ചുവടെ ചേർത്തിട്ടുള്ളത്. അവ ചേരുംപടി ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സോസ്ഫിയറിലെ ഫസ്റ്റ് എന്നാ കൊടുത്തിരിക്കുന്നത് എക്സോസ്ഫിയർ നമ്മൾ നോക്കിയില്ലേ. എക്സോസ്ഫിയർ എന്താ ചെയ്യുന്നത്, വായു തന്മാത്രകൾ ക്രമേണ കുറഞ്ഞ് എന്തായി തീരുന്നുണ്ട്, ബഹിരാകാശത്തിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതാണ് എന്ത് ഫസ്റ്റത്തെ എക്സോസ്ഫിയർ എന്ത് ചെയ്യുന്നുണ്ട്, വായു തന്മാത്രകൾ ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിലേക്ക് ലയിക്കുന്നു. അടുത്തത് എന്താണ്, തെർമോസ്ഫിയർ. ഇത് ഏതാണ്, തെർമോസ്ഫിയർ എന്താ പറയുന്നത്, ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്, താപനില വർദ്ധിച്ച് വരുന്നുണ്ട് അല്ലേ. അതുകൂടാതെ വേറെ എന്താ പറയുന്നത്, 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് എന്ത്, തെർമോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലേ. അടുത്തത് എന്താണ്, മെസോസ്ഫിയർ ആണ് അല്ലേ. മെസോസ്ഫിയർ ഇതിലേതാ പറയുന്നത്, മെസോസ്ഫിയർ എന്താ പറയുന്നത്, ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന പാളിയാണ് എന്ത്, മെസോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്, സ്ട്രാറ്റോസ്ഫിയർ അല്ലേ. സ്ട്രാറ്റോസ്ഫിയറിൽ മെസോസ്ഫിയറിൽ ഒരെണ്ണം കൂടി ഉണ്ട് അല്ലേ. താപനില ഏറ്റവും കുറഞ്ഞ പാളിയാണ് എന്ത്, മെസോസ്ഫിയർ എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയർ എന്താണ് പറയുന്നത്, ഓസോൺ വാതക സാന്നിധ്യമുള്ള മേഖലയാണ് അല്ലേ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ട്രോപ്പോസ്ഫിയറിൽ എന്താ പറയുന്നത്, ഉയരക്രമത്തിനനുസരിച്ച് എന്താണ് ഓരോ നിശ്ചിത തോതിൽ താപം കുറയുന്നതാണ് അല്ലേ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. 165 മീറ്റർ ഉയരത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നുണ്ട്, താപം കുറയുന്നുണ്ട്. വീണ്ടും അവിടുന്ന് 125 മീറ്റർ ഉയരത്തിലേക്ക് വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് കാണാം കേട്ടോ. ബൈ.